നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, അത് ദിവസങ്ങളുടെ നേതാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയമായും നിങ്ങളുടെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ദിനമേതാ? എന്റെ പ്രിയപ്പെട്ട ഒരാഴ്ചയിലെ ദിവസങ്ങൾ നിങ്ങൾ എണ്ണി നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ ഫളലിൽ അയ്യാമികും യൗമൽ ജുമുഅ. എല്ലാ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച്, ഈ പ്രപഞ്ചത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമുണ്ടല്ലോ, അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അന്നാണ് ആദ്യ പിതാവായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ലോകത്തിലെ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാമിന് ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കിയതും വെള്ളിയാഴ്ച ദിവസമാണ്. അതാ പ്രവാചകൻ അവിടെന്ന് പറയുന്ന നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു أن النبي صلى الله عليه وسلم قال خير يوم طلع عليه الشمس يوم الجمعة فيه خلق آدم وفيه أدخل الجنة وفيه أخرج منها ولا تقوم الساعة إلا في يوم الجمعة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. ആ ആദം നബിയെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, അതാ ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവേ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കടത്തിവിട്ടത് വെള്ളിയാഴ്ച ദിവസമാ. ആ സ്വർഗ്ഗത്തിന്റെ അകത്ത് നിന്ന് ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ, ഇവരെ രണ്ടുപേരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. അതും ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ടല്ലോ, ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു തരികയാ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വഫീ തഖൂമുസ്സാ, പടച്ചവനെ, അന്ത്യനാട് സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് വെള്ളിയാഴ്ച രാവിലോ പകലിലോ അതാ വ്യാഴാഴ്ച മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും ഒരു മനുഷ്യന് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.